പാൽ പായസമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുക്കറിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു 5 ഗ്ലാസ് പാൽ ഒഴിക്കാം. പാലെന്ന് പറഞ്ഞാൽ സ്കിംഡ് മിൽക്ക് പാടില്ല, ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളിപ്പം ബാംഗ്ലൂരാണ്. സോ ഇവിടെ കിട്ടുന്ന നന്ദിനിയുടെ പാലാണ്. ഇതിൻ്റെ ഓറഞ്ച് കവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൂ ഉണ്ട് നമ്മുടെ നാട്ടിലെ മിൽമയുടെ കൂട്ട്. ഓറഞ്ച് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ, നമുക്ക് ആ പിങ്ക് കളർ വേണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ആഡ് ചെയ്ത് ഇനി ഇത് പാലൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ നല്ലപോലെ തിളച്ചു പാല്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതൊരു 45 മിനിറ്റ്സ് to 1 hour നമ്മൾ കുക്ക് ചെയ്യണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് കുക്ക് ചെയ്യണം. വെയിറ്റ് വെക്കണം. വെയിറ്റ് വെച്ചിട്ട് നമ്മൾ വിസിൽ കേൾക്കണ്ട, ജസ്റ്റ് കുക്കായാൽ മതി. ഓൾമോസ്റ്റ് 1 hour ഇത് വെച്ച് പാൽ വെച്ച് കുക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പിങ്ക് കളറായിട്ടുണ്ടോ ഇല്ലേ. ഓക്കെ, ഏകദേശം നല്ല ഒരു പിങ്ക് ടെക്സ്ചർ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം പാട അധികം അടിഞ്ഞിരിപ്പുണ്ട്. അരിച്ച പാട മാറ്റി വേറെ ആയിട്ട് പാലെടുത്ത് ഒന്നുകൂടി ഇതിൽ ഒഴിക്കാം. അപ്പോൾ എനിക്കധികം പാട കൂടെ കാണുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അരി കഴുകി എടുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഞാൻ 1/2 മണിക്കൂർ വെച്ചു. അത് കഴിഞ്ഞെടുത്ത് കഴുകി വാഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. സാധാരണ പായസം ഉണ്ടാക്കുന്ന അരിയാണ്. 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളപ്പം 5 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം, അത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഇതിലേക്ക്. ഇനി ആ വെള്ളവും അരിയും കൂടി ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അരി ഇട്ടു. ഈ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം പാല് ചൂടാവുന്നവരെ. സോ ഈ അരി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്നുകൂടെ കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടെ അടച്ച് വെക്കാം. നമ്മൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി 1/2 hour കുക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി നോക്കാം നമുക്കിത് കുക്കായെന്ന്. അരി വെന്തിട്ടുണ്ട്. ഇത് അഥവാ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ വേറെ കുറച്ച് പാൽ തിളപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കാം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. കട്ട കെട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് ഉടച്ച് ഇതാക്കിയാൽ മതി അരി അഥവാ. സോ ഇത് നമ്മൾ യൂഷ്വലി കഴിക്കുന്നത് ബോളിയുടെ കൂടെയാണ്. പാൽ പായസം ബോളി നല്ലൊരു കോമ്പിനേഷനാണ്. ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ബോളിയുടെ കൂടെ കഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇത്. അല്ലെങ്കിൽ സാധാരണ പോലെ നമുക്ക് കഴിക്കാം. പായസം കഴിക്കും. ഇതിൽ നമ്മൾ കശുവണ്ടിയും അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങൾക്ക് കമൻറ്റ്സ് വഴി അറിയിക്കണം. സോ താങ്ക് യു.